ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം പെരുമ്പടപ്പ ഈസ്റ്റ് യു.പി. സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക എസ്.ജി. ബിന്ദുവിന് യാത്രയയപ്പും നൽകി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പി.ടി.എ. പ്രസിഡന്റ് പത്മജ ജയൻ അധ്യക്ഷയായി. എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് പ്രതിഭകളെ ആദരിച്ചു. എസ്.ആർ.ജി. കൺവീനർ എ.എസ്. സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ഐ.കെ. ഗോപാലകൃഷ്ണൻ, ഡോക്ടർ കെ.സി. പ്രകാശൻ, ഡോക്ടർ കെ.എസ്. സുഗതൻ ഐ.എ.എസ്. എന്നിവർ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. മാനേജ്മെന്റ് പ്രതിനിധികളായ പി.വി. സുധീക് കുമാർ, മോഹനൻ കണ്ണംപുള്ളി, പ്രധാനാധ്യാപിക സി.പി. സവിത, എം.പി.ടി.എ. പ്രസിഡന്റ് പ്രിൻസി ബിജു, എസ്.എൻ.ജി.എസ്. സമാജം സെക്രട്ടറി ടി.എൻ. അജയകുമാർ, വായനശാല പ്രസിഡന്റ് പ്രതാപൻ മേനൂത്ത്, സ്കൂൾ ലീഡർ പി.ജെ. അനയ് ഘോഷ്, സീനിയർ അധ്യാപിക എം.എ. റീജ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനവും എഡ്യൂഫെസ്റ്റും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ അധ്യാപകരുടെയൊക്കെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അവരും വളർന്നു വരുന്നതൊക്കെ. ഞാനും എന്താ പറയുക, എൻ്റേതായ ചെറിയ ഈ ഒരു കുട്ടികൾ പ്രായത്തിൽ തന്നെ വരച്ചും അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ് ഒക്കെ നടത്തിയിട്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ക്ലേ മോഡൽ ഏഷ്യാഡ് അപ്പു അന്ന് വലിയ ഒരു സംഭവമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഏഷ്യാഡ് അപ്പു ആയിരുന്നു അന്നൊരു ഭാഗ്യചിഹ്നം. അന്ന് ഏഷ്യാഡ് അപ്പുവിൻ്റെ ഒരു ശില്പമാണ് ഞാൻ ഒരു ക്ലേ മോഡലിങ്ങിന് മത്സരത്തിന് പോയപ്പോൾ സ്കൂളിൽ ചെയ്തപ്പോൾ അത് എനിക്ക് 1ാം സ്ഥാനം കിട്ടി. ആ 1ാം സ്ഥാനം ഒരു പെൻസിലായിരുന്നു. ആ പെൻസിലാണ് എൻ്റെ ജീവിതത്തിലൊരു എന്താ പറയുക ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനം കിട്ടിയത് അന്നത്തെ ഒരു പെൻസിലായിരുന്നു.